hello everyone. Welcome to Aifer Education, India's first happy learning ecosystem. Myself Tasmia, and we are discussing here formalism. As you all know, literary criticism and theory underle നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ചോദിക്കാറുള്ള ഒരു പെർട്ടിക്കുലർ ഏരിയ ആണ് ഫോർമലിസം എന്ന് പറയുന്നത്. So we will be discussing some important characteristics of formalism as well as the important concepts in formalism. So before that, let me introduce you about our guidance group. നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പ് പേപ്പർ 1-ന്റെയും പേപ്പർ 2-ന്റെയും QR കോഡ് ഇവിടെ അവൈലബിൾ ആണ്. യു ക്യാൻ സ്കാൻ ഇറ്റ് ആൻഡ് യു ക്യാൻ ജോയിൻ ദി ഗ്രൂപ്പ്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നെറ്റിന് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ട മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻസ് അവൈലബിൾ ആണ്, ഫ്രീ ക്ലാസ്സും അവൈലബിൾ ആണ്. So if you are preparing for UGC NET English with paper 1, join the guidance group soon. Now coming to formalism. നമുക്കറിയാം ഫോർമലിസം എന്താണെന്ന് നമുക്കറിയാം. Actually it originated in Russia. റഷ്യയിൽ അല്ലെങ്കിൽ മോസ്കോയിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഒരു 20th സെഞ്ചുറിയുടെ ഒക്കെ മിഡ് ടൈമിൽ ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പാണ്, മൂവ്മെന്റ് ആണ് ഫോർമലിസം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഒപ്പോജാസ്. ഒപ്പോജാസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി ഓർ എ ഗ്രൂപ്പ്. ഇറ്റ്സ് എ സൊസൈറ്റി ഫോർ ദി സ്റ്റഡി ഓഫ് പോയറ്റിക് ഡിവൈസസ്. അവരുടെ കൂടുതലായിട്ടുള്ളൊരു എൻലൈറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് റിഗാർഡിംഗ് പോയറ്റിക് ഡിവൈസസ് ഓർ ഫോം ഓഫ് ദി ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം, എങ്ങനെ അനലൈസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിൽ അവർ കുറച്ചും കൂടി ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് റിഗാർഡിംഗ് പോയറ്റിക് ഡിവൈസസ് അല്ലെങ്കിൽ ഫോമിനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ വിച്ച് കെയിം ടു ബി നോൺ ആസ് ഫോർമലിസം ഓർ ഫോർമലിസ്റ്റ് മൂവ്മെന്റ്. You can see that it is associated with Opojas as well as Moscow Linguistic Society. Actually, this refers to the critical approaches that analyze, interpret, as well as evaluate the inherent features of a text. ഒരു ടെക്സ്റ്റ് എടുക്കുന്ന സമയത്ത് not about its socio-political situations, not about its socio-political conditions, nothing about the character, nothing about the other things regarding the text, but only about the inherent features of a text. ഒരു ടെക്സ്റ്റിന്റെ ഇൻഡെപ്തിൽ എന്തൊക്കെയുണ്ട്, അതിന്റെ ഫോം എങ്ങനെയാണ്, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് എങ്ങനെയാണ്, അതിന്റെ ഒരു കൊഹറൻസ് എങ്ങനെയാണ്, യൂണിറ്റി എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഫോർമലിസത്തിൽ സ്റ്റഡി ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് അതിൽ എന്തൊക്കെ വരും. ഇൻഹെറന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന സമയത്ത് യു നോ ദാറ്റ് അതിൽ ഗ്രാമർ വരും, അതേപോലെ തന്നെ സിൻടാക്സ് വരും, അല്ലെ, ലിറ്റററി ഡിവൈസസ് വരും. നമുക്കറിയാം മീറ്റർ ആണെങ്കിലും ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ഇതിലാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയും ഈ ഒരു ഫോർമലിസത്തിന്റെ ടെക്നിക്കിന്റെ അണ്ടറിൽ വരാറുണ്ട്. And also the formalist approach reduces the importance of a text, historical, then biographical and cultural context. നമുക്കറിയാം ഒരു ടെക്സ്റ്റിന്റെ എപ്പോഴും നമ്മളിപ്പോൾ ന്യൂ ക്രിറ്റിസിസം പറയുന്ന പോലെ തന്നെ ഒരു റഷ്യൻ ന്യൂ ക്രിറ്റിസിസം വൈൽ ഇറ്റ് ഈസ് ആൻ അമേരിക്കൻ ഒറിജിൻ, ഫോർമലിസം എന്ന് പറയുന്നത് കുറച്ചുകൂടെ റഷ്യൻ ഒറിജിൻ ആണേ ഉള്ളൂ. ആ ഒരു ടെക്സ്റ്റിന്റെ ഹിസ്റ്ററിക്കൽ ഇമ്പോർട്ടൻസിനെ അവർ കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ സോഷ്യൽ ഇമ്പോർട്ടൻസിനെ കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. ഏത് കൾച്ചറൽ കോണ്ടെക്സ്റ്റിലാണ് ആ ഒരു പെർട്ടിക്കുലർ വർക്ക് പ്രൊഡ്യൂസ് ചെയ്തത്, ഈ കാര്യങ്ങളെല്ലാം അവർ കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്തിട്ട് ദേ ഓൺലി ഗീവ് ഇമ്പോർട്ടൻസ് ടു ദി ഫോം ഓഫ് ദി ടെക്സ്റ്റ്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഈ പറഞ്ഞ പോലെ എന്താ നമ്മൾ പറഞ്ഞത് സെന്ററിലുള്ള ഇൻഹെറന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, ടെക്സ്റ്റിന്റെ ഫീച്ചേഴ്സ്, പോയറ്റിക് ഡിവൈസസ്, എങ്ങനെയാണ് മീറ്ററും അതുപോലെ തന്നെ മെറ്റഫറും ഒക്കെ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ്സ് ഓൾ. ആൻഡ് കമ്മിങ് ടു ദി മേജർ ഫോർമലിസ്റ്റ് ക്രിറ്റിക്സ്, ദാറ്റ് ഈസ് റോമൻ ജക്കോബ്സൺ, ബോറിസ് ഐസൻബോം, വിക്ടർ സ്ലവോസ്കി ആർ ദി മേജർ പ്രൊപ്പണൻസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ടെക്നിക്. ഈ ഒരു ടെക്നിക്കിന്റെ മേജർ പ്രൊപ്പണൻസിനെ അവിടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റാർട്ടിംഗ് വിത്ത് റോമൻ ജക്കോബ്സൺ, ദെൻ ബോറിസ് ഐസൻബോം, ദെൻ വിക്ടർ സ്ലവോസ്കി, എക്സെട്ര എക്സെട്ര. ഓക്കെ, നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ദി ടെനൻസ് ഓഫ് ഫോർമലിസം. നമ്മൾ ഫോർമലിസം എന്താണെന്ന് പറഞ്ഞു, ഇനി അതിൻ്റെ ടെനൻസിനെ കുറിച്ചാണ് പറയുന്നത്, എന്തൊക്കെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഫോമിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ആ ഒരു ഓർഗനൈസേഷൻ, സ്ട്രക്ചർ, വേർഡ് ചോയ്സ്, മൾട്ടിപ്പിൾ ലാംഗ്വേജ്, അതായത് ആംബിഗസ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യും. ഇറ്റ്സ് കൺസിഡർഡ് ടു ബി എ പോയറ്റിക് ടെക്നിക് ഓർ പോയറ്റിക് ഡിവൈസ്. സോ എങ്ങനെയാണ് ആ ഒരു കൊഹറൻസ്, യൂണിറ്റി, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്തിട്ട് ഇതെല്ലാം യൂണിഫൈ ചെയ്തിട്ട് ഹൗ ദേ ക്രിയേറ്റഡ് സച്ച് എ കൈൻഡ് ഓഫ് യൂണിറ്റി ഇൻ ദ പെർട്ടിക്കുലർ ടെക്സ്റ്റ്. ദാറ്റ് ഈസ് വാട്ട് ദി മെയിൻ കൺസേൺ ഓഫ് ഫോർമലിസ്റ്റ് ടെക്നിക്സ് വെയർ. ആൻഡ് മെയിൻ കൺസേൺ വാസ് വിത്ത് ദി മെത്തേഡ് ആസ് എ സയന്റിഫിക് ബേസിസ് ഫോർ ലിറ്റററി തിയറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിറ്ററേച്ചറിന് എപ്പോഴും ഉള്ളൊരു നെഗറ്റീവ് സൈഡാണ് ഇറ്റ്സ് വെരി സബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ലിറ്റററി ഇന്റർപ്രിട്ടേഷനിലെ ലിറ്റററി അനാലിസിസിനെ കുറച്ചും കൂടി ഒരു സയന്റിഫിക് ലെവലിലേക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക, ഒന്ന് അഡ്വാൻസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ആക്ച്വലി ദേ സ്റ്റാർട്ട് ദിസ്. So that was the main concern of formalism. And in a work of art, meaning of words are violated by the artist. അതായത് നമ്മളൊരു കമ്മ്യൂണിക്കേഷനിൽ ഒരു കാര്യം പറയുന്ന പോലെയല്ല വെൻ വി യൂസ് ടു റെപ്രസെന്റ് ഇറ്റ് ഇൻ വേർഡ്സ്. നമ്മളൊരു ടെക്സ്റ്റിൽ അത് പോർട്രേ ചെയ്യുന്ന ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഇറ്റ് വുഡ് ബി ഡിഫറെൻറ്റ്. സോ അതെങ്ങനെയാണ് ആ ഒരു പോയറ്റ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അത് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അബൌട്ട് ഇംപ്ലൈഡ് മീനിങ്, അബൌട്ട് ഡിനോട്ടേഷൻ ആൻഡ് കൊണോട്ടേഷൻ.
All these techniques or all these things are analyzed in formalism. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫോർമലിസത്തിൽ അനലൈസ് ചെയ്യാറുള്ളത്, നോട്ട് മോർ. അതിൻ്റെ കൾച്ചറൽ സ്റ്റഡീസ് ഇല്ല, അല്ലെങ്കിൽ അത് ഏത് പെർട്ടിക്കുലർ ഹിസ്റ്ററിക്കൽ കോണ്ടെക്സ്റ്റിലാണ് പ്രൊഡ്യൂസ് ചെയ്തത്, ഈ കാര്യങ്ങളൊന്നും തന്നെയും അവർ കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കമ്മിങ് ടു ദി സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് പ്രാക്ടിക്കൽ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ഫോർ ദി ആക്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം നമ്മൾ കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് സംവാട്ട് പ്രാക്ടിക്കൽ. അവിടെ നമുക്ക് പൊയറ്റിക് ലാംഗ്വേജിൽ സംസാരിക്കേണ്ട കാര്യമില്ല. വെൻ ഐ ആം കൺവേയിങ് സംതിങ് ഫോർ യു, ഐ ഡോണ്ട് വാണ്ട് ടു ബി മോർ പൊയറ്റിക്. ഞാനത് പൊയറ്റിക് ലാംഗ്വേജിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. But when I am writing a particular text, when I am writing a fiction or poetry or something like that, I need to be more poetic. So our poetic language, literary language നെ കുറിച്ചാണ് they discusses. ആ poetic language ആണ് അവരുടെ കൺസേൺ എന്ന് പറയുന്നത്. കാരണം അതിന് പ്രാക്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ അല്ല അതിൻ്റെ ആ ഒരു എയിം എന്ന് പറയുന്നത്. സംതിങ് ദറ്റ് ഈസ് entertaining as well as at the same time implying something. So our poetic language is a study or is a base for formalism. And the poet exercises a controlled violence in a poetic language by means of which the artist transforms one thing into something to reach his goal. എന്തൊക്കെ ചെയ്യാറുണ്ട്? വെറുതെ ഞാൻ ഈ കാര്യം ഡയറക്ട്ലി പറയുന്നത് പോലെയല്ല. പോയിറ്റ് വുഡ് ബി യൂസിങ് മൾട്ടിപ്പിൾ മെത്തേഡ്സ് ടു റീച്ച് ഹിസ് ഗോൾ. അത് വളരെ എൻ്റർടൈനിങ് ആക്കാൻ വേണ്ടിയിട്ട്, എൻഗേജിങ് ആക്കാൻ വേണ്ടിയിട്ട്, അറ്റ് ദി സെയിം ടൈം അനലിറ്റിക്കൽ ആക്കാൻ വേണ്ടിയിട്ട് ഹി വുഡ് ബി യൂസിങ് മൾട്ടിപ്പിൾ ടെക്നിക്സ് ഫോർ ദാറ്റ്. ആ മൾട്ടിപ്പിൾ ടെക്നിക്സ് എന്തൊക്കെയാണ് ആൻഡ് ഹൗ ഹി യൂസ്ഡ് ഇറ്റ് വെൽ, എത്ര ഭംഗിയായിട്ടാണ്, എത്ര കൺട്രോൾഡ് ആയിട്ടാണ് അദ്ദേഹം അത് അല്ലെങ്കിൽ ആ ഒരു പോയിറ്റ് അത് യൂസ് ചെയ്തിരിക്കുന്നതെന്നൊക്കെയുള്ളതാണ് ഫോർമലിസ്റ്റ് ക്രിറ്റിക്സിൻ്റെ സെൻട്രൽ കൺസേൺ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ അബൌട്ട് ദി ലിറ്റററിനെസ് ഓഫ് ദി ടെക്സ്റ്റ്. നമുക്കറിയാം ഒരു ഓർഡിനറി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ, അല്ലെങ്കിൽ ഒരു ഓർഡിനറി ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് അവിടെ സെൻറ്റർ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഈ ഒരു കാര്യം ടീച്ച് ചെയ്യുന്ന സമയത്ത് യു പീപ്പിൾ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്സ് മൈ മെയിൻ എയിം. എൻ്റെ എയിം അതാണ്, നിങ്ങൾക്കത് മനസ്സിലാവണം. പക്ഷേ ഒരു ലിറ്റററി ലാംഗ്വേജ് എന്ന് പറയുന്ന സമയത്ത് സെൽഫ് റിഫ്ലെക്സീവ് ആണ്, അതിന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. അവരൊരു ലിറ്റററിനെസ് നമുക്ക് ഫീൽ ചെയ്യണം. അതാണ് പോയറ്റിക് ലാംഗ്വേജിൻ്റെ എയിം എന്ന് പറയുന്നത്. ഈ ഒരു ലിറ്റററിനെസ് എന്നുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഫോർമൽ ഡിവൈസസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പോയറ്റിക് ലാംഗ്വേജിൽ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ്, ആ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റിനെ റോമൻ ചെക്കോവ്സ്കി കോൾഡ് ഇറ്റ് ആസ് ലിറ്റററിനെസ്. So you can see Jan Mukarowski, a member of the Prague Circle, describes literariness of a work as consisting in the maximum of foregrounding of the utterance. അതായത് നോക്കിക്കേ, ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ദി വിൻസ് ദാറ്റ് വിൽ ബി ഹൗളിങ് അറ്റ് ഓൾ അവേഴ്സ്. വിൻസ് എങ്ങനെയാണ് ഹൗൾ ചെയ്യുക? വിൻസിന് ഒരിക്കലും ഹൗൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് വിൻസ് ഹൗളിങ് അറ്റ് ഓൾ അവേഴ്സ്. അതുപോലെ തന്നെ ദാറ്റ് ബെയേഴ്സ് ഹർ ബോസം ടു ദി മൂൺ. സീ ദാറ്റ് ബെയേഴ്സ് ഹർ ബോസം ടു ദി മൂൺ. സീയുടെ ബോസം അവർ മൂണിലേക്ക് ഇങ്ങനെ ബെയർ ചെയ്ത് നിൽക്കുകയാണെന്നാണ് പറയണേ. അതുപോലെ തന്നെ ആൻഡ് അറബ് ഗാദേർഡ് നൗ ലൈക്ക് സ്ലീപ്പിംഗ് ഫ്ലവേഴ്സ്. യു നോ ദാറ്റ് നമ്മൾ സ്ഥിരമായി കാണുന്ന ഇമേജ് ആണ് സീ ആണെങ്കിലും മൂൺ ആണെങ്കിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ വളരെ വളരെ സൗണ്ട് ഉണ്ടാക്കുന്ന, വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന വിൻഡ് ആണെങ്കിലും, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഇമേജസ് ആണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ബീങ് യൂസ്ഡ് ഇൻ എ ലിറ്റററി ലാംഗ്വേജ്. നമുക്ക് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലിറ്റററി ലാംഗ്വേജിലാണ് അവരത് യൂസ് ചെയ്തിട്ടുള്ളത്. ഈസിൻറ്റ് ഇറ്റ്? ഇൻ എ വേ നമുക്ക് അല്ലെങ്കിൽ നമ്മളെ കുറച്ചും കൂടി ഡീഫെമിലറൈസ് ചെയ്യാണ് അവരത്. ഡീഫെമിലറൈസേഷൻ ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ ഫോർമലിസം വിച്ച് ഈസ് ഗിവൺ ഹിയർ. വിറ്റസ്ലവോസ്കി ആണത് ആർട്ടസ് ടെക്നിക് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വർക്കിൽ അല്ലെങ്കിൽ എസ്സേയിൽ ഹി ഡിസ്കസ്ഡ് അബൌട്ട് ഡീഫെമിലറൈസേഷൻ. റിഗാർഡിംഗ് ലിറ്ററേച്ചർ, ദി പ്രൈമറി എയിം അബൌട്ട് ലിറ്ററേച്ചർ ഇസ് ടു ഡീഫെമിലറൈസ് ഓർ ടു എസ്ട്രേഞ്ച്. നമുക്കറിയാവുന്ന കാര്യങ്ങളുണ്ട് അല്ലേ, ഒരു ആർട്ടിസ്റ്റിക് ടെക്നിക്കാണ്. അതായത് നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളെ വളരെ അൺഫെമിലിയർ ആയിട്ടും സ്ട്രേഞ്ച് ആയിട്ടും നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് വാട്ട് വി കോൾഡ് ആസ് ഡീഫെമിലിയറൈസേഷൻ, വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓർ ടേംഡ് ബൈ വിറ്റസ്ലവോസ്കി. സോ യു ക്യാൻ സീ ഹിയർ. അതായത് ക്രിയേറ്റീവായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഓർഡിനറി ആയിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുക. നമ്മൾ ഫിലിംസിലൊക്കെ കാണുന്ന ആ ഒരു ടെക്നിക്കാണ്. നമ്മൾ ദിവസവും കാണുന്ന മനുഷ്യരായിരിക്കും, ദിവസവും കാണുന്ന സിറ്റുവേഷൻസ് ആയിരിക്കും, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് പ്രസൻറ്റ്. ഏറ്റവും നല്ല എക്സാമ്പിൾ കുമ്പളങ്ങി നൈറ്റ്സ് ഒക്കെയാണ് ഫിലിം. നമ്മൾ സ്ഥിരമായി കാണുന്ന മനുഷ്യരൊക്കെ അവിടെ തന്നെയുണ്ട്, പക്ഷേ വളരെ ഡീഫെമിലറൈസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഓർഡിനറി അല്ലാതെ ഒരു പോയറ്റിക് ലാംഗ്വേജ് നമ്മുടെ മുന്നിലേക്ക് സ്ട്രേഞ്ച് ആയിട്ട് പ്രസൻറ്റ് ചെയ്തു. ആ ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റിനെയാണ് വിറ്റസ്ലവോസ്കി കോൾഡ് ഇറ്റ് ആസ് ഡീഫെമിലറൈസേഷൻ. എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഈസ് അനിമൽ ഫാം. അനിമൽ ഫാം ആണ് അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നമുക്കറിയാം അനിമൽ ഫാമിൽ ഈ പറഞ്ഞതുപോലെ തന്നെയും ഈ ടോട്ടലിറ്റേറിയനിസവും യൂട്ടിലിറ്റേറിയനിസവും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, ഓട്ടോക്രസി ഒക്കെ തന്നെ പറയുന്നുണ്ട്. ബട്ട് ഇൻ ദി ഫോം ഓഫ് ആനിമൽസ്. നമുക്കറിയാം ഹിറ്റ്ലറിനെ ആണെങ്കിലും സ്റ്റാലിനെ ആണെങ്കിലും അവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, നോട്ട് ബൈ ദെയർ നെയിംസ്, നോട്ട് ബൈ ദെയർ ക്യാരക്ടേഴ്സ്, ബട്ട് യൂസിങ് ആനിമൽസ്. സോ നമ്മൾ എന്നും കാണുന്ന കാര്യങ്ങളെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്ത് തരികയാണ്. ദെൻ അനദർ വൺ ഈസ് അബൌട്ട് മെറ്റഫർ ആൻഡ് മെറ്റോണിമി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോർമലിസത്തിൽ പറയാറുള്ള രണ്ട് ഫിഗർ ഓഫ് സ്പീച്ച് ആണ് മെറ്റഫർ ആൻഡ് മെറ്റോണിമി.
and you are very familiar with metaphor. Metaphor എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. When we compare two different things without the use of as or like. ലൈക്കും ആസും യൂസ് ചെയ്യാണ്ട് നമ്മൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കമ്പയർ ചെയ്യാണ്. ദി എക്സാമ്പിൾ ഇസ് ഗിവൺ ദെയർ. ഐ തിങ്ക് നമുക്കറിയാം എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഹീസ് എ ലയൺ ഇൻ ദി ബാറ്റിൽ ഫീൽഡ്. അവൻ ബാറ്റിൽ ഫീൽഡിൽ ഒരു പുലിയാണ് അല്ലെങ്കിൽ ഒരു സിംഹമാണെന്ന് പറയുന്ന സമയത്ത് ഡയറക്ട്ലി കമ്പയർ ചെയ്യാണ്, ഡയറക്ട്ലി അതാണെന്ന് പറഞ്ഞു വെക്കുകയാണ് നമ്മൾ വിതൗട്ട് യൂസിങ് ആസ് ഓർ ലൈക്ക്. അതേപോലെയാണ് എന്ന് പറയാതെ അതാണ് എന്നുള്ളത് നമ്മളങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് വാട്ട് മെറ്റഫർ ഈസ്. കമ്മിങ് ടു മെറ്റോണിമി, വൺ ടോപ്പിക് സജസ്റ്റ് അനദർ. ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ചെറിയ പാർട്ട് ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ഹോൾ. വെൻ യു സേ ദി ക്രൗൺ വിൽ ബി മേക്കിംഗ് എൻ അനൗൺസ്മെന്റ്, ദി ക്രൗൺ വിൽ ബി മേക്കിംഗ് എൻ അനൗൺസ്മെന്റ്. ക്രൗൺ നമുക്കറിയാം, ക്രൗൺ എന്ന് പറയുന്നത് കിങ് ഉപയോഗിക്കുന്ന ആ ഒരു ഓർണമെന്റ് ആണ് ക്രൗൺ എന്ന് പറയുന്നത്. സോ ക്രൗൺ ഹിയർ റെപ്രസെൻറ്റ്സ് ദി കിങ്. അല്ലെങ്കിൽ ദി വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ് നമ്മൾ പറയുന്ന സമയത്ത് വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ് എന്ന് പറയുന്ന സമയത്ത് യു നോ വുഡ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫോറസ്റ്റ് ആണ്. 20 sails എന്ന് പറയുന്ന സമയത്ത് 20 ships ആണ്. സോ ദാറ്റ്സ് അബൌട്ട് മെറ്റോണിമി. ഒരു ചെറിയ പാർട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഹോളിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പൊയറ്റിക് ഡിവൈസ് ആണ് മെറ്റോണിമി എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾസ് ഫോർ മെറ്റഫറി ആൻഡ് മെറ്റോണിമി ഈസ് ഗിവൺ ദെയർ. ആക്ച്വലി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റോമൻ ജക്കോബ്സൺ ആണ്. ഈ ഒരു ഡിഫറൻസ് ഇൻ ഹിസ് 1956 essay 2 aspects of language and 2 types of aphasic disturbances. ഇതിലാണ് അദ്ദേഹം he describes the importance of metaphor and metonymy as well as the difference between metaphor and metonymy. സോ എത്ര നന്നായിട്ട് മെറ്റഫർ ഒരു വർക്കിൽ യൂസ് ചെയ്യുന്നു, എത്ര നല്ല രീതിയിൽ മെറ്റോണിമി യൂസ് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇറ്റ്സ് ഓൾ അബൌട്ട് ദി പോയറ്റിക് ഡിവൈസസ് യൂസ് ദെയർ. ഇറ്റ് ഓൾസോ അബൌട്ട് ദി കൺട്രോൾ വയലൻസ് ഓഫ് ദി പോയറ്റ്. ആ കാര്യങ്ങളൊക്കെയാണ് ഫോർമലിസ്റ്റ് ടെക്നിക്സ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതേപോലെയുള്ള ക്ലാസ്സസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ലിറ്റററി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് UGC നെറ്റ് ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ ജോയിൻ അവർ ഗൈഡൻസ് ഗ്രൂപ്പ് സൂൺ. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ 2 ഗ്രൂപ്പിലേക്കും ജോയിൻ ചെയ്യാം. പേപ്പർ 1നും പേപ്പർ 2നും ഫ്രീ ആയിട്ട് മെറ്റീരിയൽസും ക്ലാസ്സസും ക്വസ്റ്റ്യൻസും ഒക്കെ തന്നെ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആസ് സൂൺ ആസ് പോസിബിൾ ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ ഇതുപോലുള്ള ക്ലാസ്സസ് UGC നെറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.